തിരുമേനിയുടെ ചെറുപ്പകാലത്ത് നിന്ന് ഞങ്ങൾ കുട്ടികൾക്ക് എൻലൈറ്റൻഡ് ആകുന്ന ഏതെങ്കിലും ഒരു ചെറിയ ഇൻസിഡന്റ്? ചിലർ പ്രായമായിട്ടായിരിക്കും ചിലർ വൈദികരാകുന്നത്. ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഫാമിലി കൗൺസിലിംഗ് പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. അവിടെ 3 വാക്കുകൾ പറയുന്നുണ്ട്. കരുതലിന്റെ പാഠം എൻ്റെ സഹോദരിയാണ് കൂടെ ഉള്ളത്. കുടുംബം ഒരു ദൈവാലയമാണ് എന്ന് പണ്ട് മുതലേ പറയുന്നുണ്ട്. പള്ളിയിൽ സൺഡേ സ്കൂളിൽ വളരെ കൃത്യമായിരുന്നു. സത്യവെളിച്ചം നമ്മെ പ്രകാശിപ്പിക്കട്ടെ. ട്രൂ ലൈറ്റിന്റെ 12ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു ആഗ്രഹം, നമ്മുടെ എല്ലാ ഭവനങ്ങളിലും സത്യദീപ്തിയുടെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. ഭദ്രാസനത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണ നിലയ്ക്ക് സത്യദീപ്തിയുടെ ഒരു കോപ്പി ഉണ്ടാകണം. അത് വിശ്വാസികളും മനസ്സിലാക്കിയിരിക്കണം. വൈദികർ അതിനു വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നുള്ളത് മാത്രമാണ് എനിക്കിപ്പോൾ അച്ഛനോട് അത് സംബന്ധിച്ച് പറയാനുള്ളത്. വഴി പറഞ്ഞപ്പോൾ അത് കൊണ്ടത് അവസാനിപ്പിച്ചെന്ന് മാത്രം. എല്ലാ ഭവനങ്ങളിലും ഇതിന്റെ ഒരു കോപ്പി സൂക്ഷിച്ചു വെക്കുകയും അത് പിൽക്കാല റെഫറൻസിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന, അതാണ് നമ്മുടെ ആഗ്രഹം. ദൈവാലയങ്ങളിലും വിദ്യാലയങ്ങളിലും സൺഡേ സ്കൂളുകളിലും ഒക്കെ വൈദികർ എന്നുള്ള നിലയിൽ അനേക ചോദ്യങ്ങൾ പലപ്പോഴും ഞങ്ങൾ നേരിടാറുണ്ട്. മാതാപിതാക്കളാണ് പലപ്പോഴും സമീപിച്ച് തങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുക. കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ, താല്പര്യം, ഉത്തരവാദിത്ത ബോധം, അതിനെക്കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും ഒക്കെയാണ് പലപ്പോഴും കേൾക്കേണ്ടി വരിക. അവരുടെ മൊബൈൽ ഉപയോഗം വളരെ കൂടുതലാണ്, ശ്രദ്ധ കുറവാണ്, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വിമുഖത കാണിക്കുന്നു, പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന സ്വരങ്ങൾ വളരെ കൂടുതലാണ് ഇന്ന്. അതുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നന്നായി ചെയ്യുവാൻ എന്തെല്ലാമാണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് മാതാപിതാക്കൾ ചോദിക്കുന്ന ഒരു കാലം കൂടിയാണ്. ഇത് സംബന്ധിച്ച് നമുക്ക് ഒരല്പം ചിന്തിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. കുടുംബം ഒരു ദൈവാലയമാണ് എന്ന് പണ്ട് മുതലേ പറയുന്നുണ്ട്. നമ്മളൊക്കെ അങ്ങനെ പഠിച്ചിട്ടുള്ളവരുമാണ്. ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ശീലിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. വൈദികർ മാതൃകയാകണം, സഭ അവരെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കണം, വിദ്യാലയങ്ങളിൽ നിന്ന് നല്ല അച്ചടക്കം പഠിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോഴും ഏറ്റവും വലിയ വിദ്യാലയം കുടുംബം തന്നെയാണല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉത്തരവാദിത്ത ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ മാതാപിതാക്കൾ ഏതളവ് വരെ അവരെ പരിശീലിപ്പിക്കുവാൻ സാധിക്കും, ചുമതലകൾ അവരെ ഏൽപ്പിക്കുവാൻ, പ്രവർത്തനങ്ങളിൽ അവരെ പ്രാപ്തരാക്കുവാൻ എത്രമാത്രം മാതൃകയാണ് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് കാട്ടിക്കൊടുക്കാനാവും. അച്ഛൻ്റെ ചോദ്യമാണോ ഇത്, അതോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതാണോ? ചോദിച്ചത് പല കുടുംബങ്ങളും അതിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പല കുടുംബങ്ങളുടെ ഇന്നത്തെ ഒരു സാമൂഹിക സാഹചര്യം, പ്രത്യേകിച്ച് യൂറോപ്പിലേക്കും മറ്റും കുടിയേറിയവർ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ കൂടെ വേണ്ടത്ര സമയം ചെലവഴിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലും അതെ. നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ് അച്ഛനിപ്പോൾ ഉന്നയിച്ചത്. ഞാൻ ഒരു 2-3 തലമുറകളെ കുറിച്ച് പറയാൻ പറ്റുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുനാളിലെ ഒരു ജീവിതശൈലി, കുടുംബജീവിത ശൈലികളുണ്ട്, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അതിനുണ്ടായ മാറ്റവും അറിയാം. പിന്നെ ഞാൻ ഇപ്പോഴായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും ഉണ്ട്. ഒരു കൈൻഡ് ഓഫ് ചേഞ്ച് കാലഘട്ടത്തിനനുസരിച്ച് കുടുംബജീവിത ശൈലികളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കൗൺസിലിംഗ് പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. അവിടെ 3 വാക്കുകൾ പറയുന്നുണ്ട്. ഒന്ന്, പഴയ കാലത്തെ ഇത് പീരീഡ് ഓഫ് ഇൻ്റഗ്രേഷൻ, സംയോജന കാലഘട്ടം
എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൻ, അമ്മ, മക്കൾ ഒരുമിച്ച് ഒരു കൂരയുടെ കീഴിൽ ഒരുമിച്ച് കഴിയുന്നു. അത് ആ കുഞ്ഞുങ്ങൾ വളർന്ന് തീരുന്നിടം വരെ, കല്യാണം കഴിച്ച് മാറുന്നൊരു സമയമുണ്ട്. കല്യാണം കഴിച്ചാലും പിന്നെ അവർ കൊച്ചു കഴിഞ്ഞാൽ മാറുള്ളല്ലോ. അവർക്ക് മക്കളൊക്കെ ആയിക്കഴിഞ്ഞാണ് അവർ അടുത്ത വീട്ടിലോട്ടൊക്കെ മാറുന്നത്. ആ സമയം വരെ ഈ അപ്പൻ്റെയും അമ്മയുടെയും കൂടെയാണ്. നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥിതി വളരെ ശക്തമായിരുന്നൊരു കാലഘട്ടം ഉണ്ട്. പഴയ കാലം, എൻ്റെയൊക്കെ കുഞ്ഞുനാളത്തെ കാലഘട്ടം അതാണെന്നാണ് എനിക്ക് നല്ല ഓർമ്മ. അവിടെ കാണുന്ന കാഴ്ച 2-3 കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി. അതിനൊരിക്കൽ പോലും ഒരു മുടക്കം ഒരു വീട്ടിലും ഇല്ല. ഒരു വീട്ടിലും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇപ്പോഴും ചില വീട്ടിലൊക്കെ നടത്തുന്നുണ്ടല്ലോ, എന്നാൽ ഒരു വീട്ടിലും ആ ഒരു കാര്യത്തിന് മാറ്റമില്ല. അതിനൊരു സമയം കൃത്യമായിട്ടുണ്ട്. ഞാൻ ചില സമയത്തൊക്കെ നമ്മൾ ചില വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ച, കാണുന്നതും കേൾക്കുന്നതുമായ കാഴ്ച, അന്ന് ഇതുപോലെ എല്ലാ വീട്ടിലൊന്നും ഇലക്ട്രിസിറ്റി ഇല്ല. ഈ മണ്ണെണ്ണ വിളക്ക്, അല്ലെങ്കിൽ മെഴുകുതിരി, അല്ലെങ്കിൽ റാന്തൽ, പിന്നെ ചില വീടുകളിലൊക്കെ ഇലക്ട്രിസിറ്റി ലൈറ്റും ഉണ്ട്. അങ്ങനെ ഒരു കാലഘട്ടമാണ്. പക്ഷെ എല്ലാ സമയത്തും ഒരേ സമയത്ത് വിളക്ക് കൊളുത്തി എല്ലാ വീട്ടിൽ നിന്നും പ്രാർത്ഥനാ ശബ്ദം ഉയർന്ന ഒരു മനോഹരമായ ഒരു ദൃശ്യമാണത്. അത് പറഞ്ഞാൽ നമ്മൾ ഇപ്പം അത് പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് അറിയാമല്ലോ. നമ്മളൊരു വഴിയിലൂടെ വെറുതെ നടന്നു പോയാൽ നമുക്ക് കിട്ടുന്ന ഒരു പഴയ മനോഹര ചിത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. അത് ഹിന്ദുവിൻ്റെ വീട്ടിലുമുണ്ട്, മുസ്ലിമിൻ്റെ വീട്ടിലുമുണ്ട്, ക്രിസ്ത്യാനിയുടെ വീട്ടിലുമുണ്ട്. അപ്പം ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഒരു കുടുംബത്തിലെ 10 ഫാമിലി ഉണ്ടെങ്കിൽ ആ 10 ഫാമിലി അപ്പനും അമ്മയും മക്കളും ഒരു 7 പേര് കാണും, അല്ലെങ്കിൽ 10 പേര് അതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള കുട്ടികൾ കാണും. ഇവരെല്ലാവരും കൂടെ ആ ഭവനത്തിൽ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന ആ ശബ്ദം ഒരു പള്ളി നമ്മൾ ആരാധന നടത്തുന്ന പോലെയാണ്. കുഞ്ഞുങ്ങളൊക്കെ വേദോത്സവം വായിക്കും, അപ്പൻ പ്രാർത്ഥന ഇട്ടു കൊടുക്കും, അമ്മ സങ്കീർത്തനം വായിച്ചു കൊടുക്കും, എല്ലാവരും ഏറ്റു ചൊല്ലും, 2-3 പാട്ടുകൾ പാടും. ഇതൊരു മനോഹരമായ കാഴ്ചയാണ്. ആ കാഴ്ച അങ്ങ് പോയി, ഇപ്പോഴേ കംപ്ലീറ്റ്ലി പോയിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ സംഭവിച്ചു, ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വന്നു. അതിപ്പോൾ അച്ഛന് ചോദ്യത്തിനകത്ത് വന്നതല്ലോ, വിദേശത്ത് പോയ കാഴ്ച. ചിലപ്പോൾ വിദേശത്ത് പോയതുകൊണ്ടായിരിക്കാം ഈ സ്വാധീനം ഉണ്ടായത്, എന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവരെയൊക്കെ കണ്ടുപിടിച്ചൊക്കെ ആയിരിക്കാമല്ലോ. വിദേശത്തായാലും സ്വദേശത്തായാലും ഇപ്പം കാണുന്ന കാഴ്ച ന്യൂക്ലിയർ ഫാമിലിയാണ്. എന്ന് പറഞ്ഞാൽ ചുരുങ്ങി കുട്ടികളില്ലല്ലോ, മാക്സിമം പോയ 2, പിന്നെ വളരെ എക്സെപ്ഷണലാണ് 3, പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളത് 1 പല വീട്ടിലും 1. പിന്നെ ചിലർക്ക് അതും വേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? നാച്ചുറലി ആ പഴയ റിതം കുടുംബത്തിലുള്ളത്, അച്ഛനൊരു വാക്ക് ഉപയോഗിച്ചത് കുടുംബം ദേവാലയം എന്നുള്ളത്, അതങ്ങ് നഷ്ടപ്പെട്ടു. പിന്നെ രണ്ടാമത്തെ കാര്യം, അപ്പൻ ജോലി ചെയ്യും, അമ്മ കൂടുതൽ ഭവനങ്ങളിൽ അമ്മ ഹൗസ് വൈഫാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ എപ്പോഴും ഒരു പരിപാലനമുണ്ട് വളരെ ഭംഗിയായിട്ട്. ഇപ്പോഴതിലേക്കാട്ട് വലിയൊരു പ്രശ്നമുണ്ട്. ഞാൻ മുമ്പേ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞല്ലോ. ഇപ്പോഴത്തെ പ്രശ്നം പലയിടത്തും നോ ക്ലിയർ ഫാമിലിയാണ്, വ്യക്തമല്ലാത്ത കുടുംബങ്ങളാണ്. ഒരു വീട്ടിൽ ചിലപ്പോൾ ഒരു പുരുഷനും സ്ത്രീയൊക്കെ കാണും, പക്ഷെ അവിടുത്തെ പിള്ളേരുടെ അപ്പനും അമ്മയാണോ എന്നുള്ളത് കണ്ടുപിടിക്കുക പ്രയാസമായി മാറുകയാണ്. പ്രേയിങ് ടുഗദർ മാറി ലിവിങ് ടുഗദറായി. ദർ ഇസ് നോ ബോണ്ടിങ് ബിറ്റ്വീൻ ഈച്ച് അതർ. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ ഇന്ന് കാലത്ത് കാണുന്നുണ്ട്. കാലത്തിൻ്റെ മാറ്റമായിരിക്കാം ഇതൊക്കെ സംഭവിച്ചത്, നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ എല്ലാം ഇപ്പോഴും എക്സെപ്ഷൻസ് ധാരാളം ഇല്ലേ? പണ്ട് കാലത്ത് കൂട്ടുകുടുംബം എപ്പോഴും കുഴപ്പക്കാരായ ചിലരുണ്ടായിരുന്നു, കുറവായിരുന്നു കുഴപ്പക്കാർ. ഇപ്പം ന്യൂക്ലിയർ ഫാമിലി നല്ല രീതിയിൽ ജീവിക്കുന്നവരും കുറച്ച് പേരുണ്ട്, പക്ഷേ നല്ലതല്ലാത്ത രീതിയിൽ ജീവിക്കുന്നവർ എണ്ണം കൂടി. പണ്ടത്തെ നോർമലല്ല ഇപ്പം അബ്നോർമലും, ഇപ്പോഴത്തെ അന്നത്തെ അബ്നോർമലല്ല ഇപ്പം നോർമലുമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. വൈദികരെന്ന നിലയ്ക്ക് നിങ്ങളും ഞാനും ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്
നമ്മുടെ പള്ളികളിൽ നമ്മളൊരു പ്രസംഗം നടത്തുമ്പോൾ പോലും സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമായി മാറും. പിന്നെ തിരുമേനി ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതിനെ കുറിച്ചുള്ളതായിരുന്നു ഒരു അടുത്തൊരു പ്രശ്നമാണ് ഉത്തരവാദിത്വം. ഉത്തരവാദിത്തത്തിന്റെ കാര്യം പറഞ്ഞാല് ഈ പഴയ കാലത്ത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ബാലസമാജത്തിൽ കുട്ടികളോട് ഒരിക്കൽ പറഞ്ഞതായത്, ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളില് പ്രാർത്ഥന മാത്രമല്ല ഈ സന്ധ്യക്കുള്ളത്. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞാൽ അപ്പനും അമ്മയും മക്കളും കൂടെ ആ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് തന്നെ അങ്ങ് ഇരിക്കും. അമ്മ ഒരു ഭിത്തിയോട് ചാരി ഇങ്ങനെ കാല് നീട്ടി അങ്ങ് ഇരിക്കും. അപ്പോൾ ഞങ്ങൾ മക്കളൊക്കെ അമ്മയുടെ കാലയിൽ നീട്ടി വെച്ചത് കാലല്ലയോ, തല വെച്ച് കിടക്കാനൊരു മത്സരമുണ്ട്. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കിടന്നിട്ട് അമ്മയുടെ ഈ മടി മുതൽ താഴോട്ടുള്ള സ്ഥലത്ത് ഇച്ചിരി സ്പേസ് കിട്ടട്ടെ. 7 മക്കളുണ്ടല്ലോ, എല്ലാവരുടെയും തല അവിടെ എത്തണം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം നാച്ചുറലി അവിടെ ഇങ്ങനെ അപ്പനും അമ്മയോടെ അപ്പൻ കസേരയിലിരിക്കും, അമ്മ താഴെ ഇരിക്കും. മക്കൾ ഞങ്ങളെല്ലാം ഇങ്ങനെ താഴെ പ്രാർത്ഥിക്കാൻ വിരിച്ച പായലോ കിടന്നുകൊണ്ട് അമ്മയുടെ കാലിൽ തലയൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കും. കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം അങ്ങനെ അങ്ങ് ചിലവഴിക്കും. ആ ചിലവഴിക്കുന്ന സമയത്താണ് സത്യത്തിൽ കുടുംബകാര്യങ്ങളെല്ലാം കൃത്യമായി ചർച്ച ചെയ്യുന്നത്. അന്ന് നടന്ന കാര്യങ്ങൾ, നാളെ നടത്തേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ കൃത്യമായി പറയുമായിരുന്നു. ഇങ്ങനെയാണ് നാളെ എന്തൊക്കെ ചെയ്യണം, ഇന്ന് എന്തൊക്കെ ചെയ്തു. അതൊരു ഫോർമൽ ടോക്കൊന്നും അല്ല, ഒരു പ്ലാനിങ് ഉണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഇൻഫോർമലാണ്. വീട്ടിൽ അപ്പനും അമ്മ മക്കളോട് ഒരുമിച്ച് വർത്തമാനം പറയുമ്പോൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ, നീ അത് നീ മറ്റേത് എന്നൊന്നും അവിടെ പറയുന്നൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും ബോധ്യമാകത്തക്ക രീതിയിൽ അത്യാവശ്യം വേണ്ട ഒരു ഇന്റേണൽ ട്രെയിനിങ് അവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പം എൻ്റെ വീട്ടിലൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പം അമ്മയായിരിക്കും ആദ്യം എഴുന്നേൽക്കുന്നത്. അമ്മ ആരെയും വിളിക്കുകയല്ല, അമ്മ അവിടെ പ്രാർത്ഥനാ സ്ഥലത്ത് ചെന്നിരുന്നൊരു പാട്ട് പാടും. ആ പാട്ട് പാടുന്ന സമയത്ത് എല്ലാവരും അതൊരു അലാറമാണ്. ചാടി എഴുന്നേറ്റ് അമ്മ ഇരിക്കുന്നിടത്തേക്ക് ഓടിയെത്തും. അഥവാ 2 പാട്ട് പാടിയിട്ട് എത്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എത്തിച്ചിരിക്കും അമ്മ. അമ്മയ്ക്ക് അതിനുള്ള മാർഗങ്ങളുണ്ട്. അതാണ് പഴയ ശൈലി. ആ ശൈലി ഉള്ളതുകൊണ്ട് ഈ അന്നത്തെ മക്കൾ ആരും അങ്ങനെ കാര്യമായിട്ട് കുഴപ്പത്തിൽ പോയിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചറിയാതെ അല്ലേ? കുടുംബജീവിതം നയിക്കുന്ന കാര്യത്തിൽ ഡൈവോഴ്സിൻ്റെ എണ്ണമില്ല, കുറവില്ല. ഡൈവോഴ്സ് ഇല്ല അന്ന്. ഡൈവോഴ്സ് കേൾക്കാൻ പോലും അറിയത്തില്ലായിരുന്നു, ഇതെന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ആ കാലഘട്ടമായിരുന്നു അല്ലേ? ഇപ്പോഴേ ഈ കുടുംബത്തിലെ ഈ ശരിയായ പരിപാലനം നടക്കാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മളീ പറഞ്ഞ അബ്നോർമൽ കാര്യങ്ങളെല്ലാം നോർമലായി അങ്ങ് വരികയാണ് അല്ലേ? ഒരു വീട്ടിൽ തന്നെ ഭാര്യയും ഭർത്താവും ഉണ്ടെന്ന് പറയുന്നെങ്കിലും പലയിടത്തും അവർ തമ്മിൽ പോലും പരസ്പരം ഉള്ള സംഭാഷണങ്ങൾ എത്ര ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് പലയിടത്തും സംശയങ്ങൾ ഇങ്ങനെ നിലനിൽക്കുകയാണ്. മാതൃകകളില്ല. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തങ്ങൾ ആര് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത ഇല്ലാതെ പോകുന്നൊരു കാലഘട്ടമാണ്. നമ്മളിങ്ങനൊരു മെഷീൻ പ്രവർത്തിക്കുന്ന പോലെ അങ്ങ് പ്രവർത്തിക്കുകയാണ്. ആ മെഷീൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകാൻ നമുക്ക് ഒക്കുന്നില്ല. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. എൻ്റെ ഒരു ചിന്ത അനുസരിച്ച് നമ്മുടെ കാലം കൂടെ ഇങ്ങനെ അങ്ങ് പോകും. അത് കഴിയുമ്പോൾ എങ്ങനെയാകും എന്നുള്ളതിനെ കുറിച്ച് ആശങ്കയാണ്. മാതാപിതാക്കളുടെ മാതൃക തന്നെയാണ് സത്യത്തിൽ ഈ കുഞ്ഞുങ്ങളെ. മാതാപിതാക്കളുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുള്ള പാഠങ്ങളല്ലല്ലോ മാതാപിതാക്കൾ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ചില എക്സാമ്പിൾസ് നിങ്ങളിട്ട് തരാം. പഴയ കാലത്ത് ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് അത്താഴം കഴിപ്പാണ് വൈകിട്ട്. ഈ പകലപ്പനെ വീട്ടിൽ കിട്ടത്തില്ല, അപ്പൻ ജോലിയിലായിരിക്കും, കടയിലോ ഒന്നുകിൽ കൃഷിസ്ഥലത്തോ ഒക്കെ ആയിരിക്കും. രാവിലെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നതും കൊണ്ടങ്ങ് പോകുന്ന രീതിയാണ്. എന്നാൽ രാത്രിയിലാണ് അപ്പനെ കിട്ടുന്നത്. അപ്പം മക്കള് ഈ മുമ്പേ പറഞ്ഞ പ്രാർത്ഥനയും അതുപോലെ തന്നെ അമ്മയുടെ മടി കിടന്നുള്ള സംഭാഷണവും എല്ലാം കഴിഞ്ഞാൽ പിന്നെ അടുത്ത അത്താഴം കഴിക്കാനാണ്. അത്താഴം കഴിക്കുമ്പോൾ ഒരു പ്രധാന രീതി, അമ്മ ഭക്ഷണം പ്ലേറ്റിലാക്കി അതിൻ്റെ കറികളൊക്കെ ആയിട്ട് ആദ്യം ഭക്ഷണം കൊടുക്കുന്നത് അപ്പനാണ്. അപ്പന് ഭക്ഷണം കൊടുക്കുമ്പോൾ മക്കളൊക്കെ ചുറ്റുവട്ടത്തിൽ കാണും. ആ അപ്പൻ എന്ത് ചെയ്യുന്നറിയാമോ? കഴിക്കുന്ന ഭക്ഷണം എല്ലാത്തിൻ്റെയും വായി വെച്ച് കൊടുക്കും. ഒന്നുകിൽ അങ്ങനെ ചെയ്യും, ഇല്ലെങ്കിൽ അതിൻ്റെ പകുതി വെച്ചേക്ക്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അപ്പച്ചന് എൻ്റെ ഫാദർ ഭക്ഷണം കഴിക്കുമ്പം
പകുതി ഇങ്ങനെ വെച്ചേക്കും അതിനകത്ത്. എന്നിട്ട് ഞങ്ങൾ മത്സരിക്കും അതെടുക്കാൻ, ആരാണ്ട് കിട്ടുന്നതെന്നുള്ള മത്സരം. അതിൽ ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റേയാൾക്ക് കൊടുക്കണം. അതുപോലെ അമ്മ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രൂട്ട്സ് മേടിച്ച് മേശപ്പുറത്ത് വെച്ചാൽ ഞങ്ങൾ 7 മക്കളുണ്ടെങ്കിൽ 7 എണ്ണം വെക്കുകയല്ല, മനഃപൂർവ്വം വെക്കുകയല്ല. പങ്ക് വെക്കുന്നുണ്ടോ എന്നുള്ളതാണ് അമ്മ ചെക്ക് ചെയ്യുന്നത്. 7 എണ്ണം വെച്ചാൽ 7 പേര് എടുത്തോണ്ട് പോകത്തില്ലേ? അത് ഒഴിവാക്കാൻ വേണ്ടി 7 പേരെ 5 വെക്കും. ഈ 5 പഴം കൊണ്ട് 7 പേരെ എങ്ങനെ കഴിക്കും അമ്മ പറയത്തില്ല. നിങ്ങൾ നാട്ടിലിരിക്കുന്ന പഴം ഇരിക്കുന്നതേ പറയത്തുള്ളൂ, നിങ്ങൾ പങ്കുവെക്കാറൊന്നും പറയത്തില്ല. പക്ഷെ അമ്മ വാച്ച് ചെയ്യും. ഒരു പരിശീലനം അതിനകത്തുണ്ട്. അതൊരു പരിശീലനമാണ്. അമ്മ വാച്ച് ചെയ്യും എങ്ങനെയാണ് ആ ഇരിക്കുന്ന പഴം അത് എല്ലാവരോടും എടുത്ത് കഴിക്കുന്നത്. കരുതലിന്റെ പാഠം എൻ്റെ സഹോദരിയാണ് കൂടെ ഉള്ളത്. അപ്പൊ അവർക്കും കൂടെ കരുതിയിരിക്കണം, കൊടുത്തിരിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ അവരാരും ഒരു ക്ലാസ് എടുത്തോ, നമ്മൾ ഇപ്പൊ പള്ളി പണ്ട് കാലത്ത് ഞാൻ എൻ്റെ കൊച്ചുനാളിൽ അച്ഛന്മാർ ഇത്ര പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോ? എനിക്ക് ഓർമ്മയില്ല. എൻ്റെ പള്ളിയിലെ വികാരിയൊന്നും കുർബാന മധ്യ വളരെ ചുരുക്കമായിട്ടും എല്ലാം പറയുമായിരുന്നു. കുർബാന ചൊല്ലും, വളരെ ഭംഗിയായിട്ട് ആരാധന നടത്തും. പക്ഷെ വലിയ പ്രസംഗമൊന്നും ഞാൻ കേട്ടിട്ടില്ല. അവരുടെ ശൈലിയിൽ പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ പ്രവീൺ സദറായാണ് പള്ളിയിൽ വായിക്കുന്നത്. ഏവെങ്കിലാണ് പ്രസംഗം. അതല്ലാതെ കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇത് കണ്ടോ ഇങ്ങോട്ട് പോയി കണ്ടതൊക്കെ പിന്നീട് വന്ന കാര്യങ്ങളാണ്. അതൊന്നുമില്ല, പ്രസംഗം ഇല്ല. കാരണം എന്താ? പ്രസംഗത്തിന് ആവശ്യം അവിടെ ഇല്ല. എവരിബഡി ഈസ് ലീവിങ് ഇൻ എ വെരി ബാലൻസ്ഡ് വേ ഓഫ് ലൈഫാണ് അവിടെ കാണുന്നത്. പിന്നെ എന്തിനാണ് പ്രസംഗിക്കുന്നത്? പിന്നെ വേറൊരു കാര്യം, 7 മക്കളുള്ളൊരു വീട്ടിൽ മൂത്ത ആളിനെ മാത്രമേ അപ്പനും അമ്മയും നല്ലതുപോലെ പരിപാലിക്കത്തുള്ളൂ, നോക്കത്തുള്ളൂ. ജനിച്ചു കഴിയുമ്പോൾ ബാക്കിയുള്ളവരെ മൂത്തവരാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ ഗുണം? അപ്പനും അമ്മയോടുള്ള സ്നേഹം നിലനിൽക്കും. ഈ ചേട്ടൻ അനുജൻ അല്ലെങ്കിൽ ചേട്ടത്തി അനിയത്തി ആങ്ങള പെങ്ങൾ ബന്ധം ഭയങ്കര സുദൃഢമാണ്. ഞങ്ങൾക്കൊക്കെ ഇപ്പോഴും സഹോദരങ്ങളെല്ലാം ഇപ്പം പല ദൂരങ്ങളാണെങ്കിലും ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ എന്തോ ഒരു കുറവാണ്. ഞാൻ ഇന്നലെ പാലക്കാട് പോയപ്പോൾ മർത്തോലി സമാജത്തിൻ്റെ മീറ്റിങ്ങാണ് പോയത്. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ അവിടുന്ന് 20 കിലോമീറ്റർ അപ്പുറം മാറി താമസിക്കുന്നു. കൊച്ചുനാളിൽ അടിച്ചു കളിച്ച് വളർന്നവരാണ്. ഒരുമിച്ച് വെള്ളം കോരാൻ പോയവരും കടയിൽ പോയവരും ഒക്കെയാണ്, സൺഡേ സ്കൂളിൽ പോയവരും ഒക്കെയാണ്. ഞാൻ അവിടെ പോയി പെങ്ങളെ കണ്ടിട്ടാണ്, എൻ്റെ കസിൻ സിസ്റ്ററാണ്, പോയി കണ്ടിട്ടാണ് വരുന്നത്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇത് എത്ര മനസ്സിലാവുന്നത് അറിയാമല്ലോ. ഇതൊന്നും ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കലല്ല, ആണോ? സിലബസ് ഉള്ളതല്ല. ജീവിത പാഠങ്ങളാണ്. ജീവിതത്തിൽ നമുക്ക് കൃത്യമായി പിന്നെ എങ്ങനെയാണ് ജീവിച്ചു പോകേണ്ടത് എന്നുള്ളത് ഇത് ഓരോ തലമുറയിൽ കൈമാറി വന്നു എന്നുള്ളതായിരുന്നു. തീർച്ചയായിട്ടും ഈ മാതാപിതാക്കൾ ജോലി ചെയ്യുമ്പോൾ ആ ജോലിയുടെ പാർട്ട് നമ്മളും ഉണ്ട് എന്നുള്ളതാണ്, ഇല്ലേ? അതൊരു മോഡലാണ്. അപ്പനും അമ്മയും ചെയ്യുന്ന ജോലി. അപ്പൻ പുറത്തു പോയി അധ്വാനിച്ച് കൊണ്ടുവരുന്നതാണല്ലോ നമ്മുടെ വീട്ടില. അമ്മ അത് വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കി നമുക്ക് തരും. ഇപ്പോഴും ആ ഭക്ഷണത്തിൻ്റെയൊക്കെ രുചി ഓർത്തിട്ട് എനിക്ക് ഇപ്പോഴും കൊതി വരാറുണ്ട് പലപ്പോഴും. കാരണം ഇപ്പം അത് കിട്ടാറില്ലല്ലോ അങ്ങനെയുള്ളത്. അത് ഒരു വല്ലാത്തൊരു അനുഭവമാണ് നമുക്കിപ്പോൾ അത് പറയുമ്പോഴേ. ഈ കുഞ്ഞുങ്ങൾക്ക് എത്ര കൊണ്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ മേല. കാരണം മോൻ്റെ വീട്ടിൽ എത്ര പേരുണ്ടടാ? അപ്പോൾ നിന്റെ സഹോദരങ്ങൾ എത്ര പേരുണ്ട്? ആകെ ഒരാളേ ഉള്ളൂ. ആകെ 2 ഉള്ളൂ അല്ലേ? അപ്പൊ ആ 2 പേര് തമ്മിലുള്ള ബന്ധങ്ങൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. അതിനപ്പുറത്തോട്ടുള്ള ബന്ധങ്ങളിലേക്ക് അവർക്ക് പോകാനായിട്ട് ഒക്കുന്നില്ല. അത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഈ പേരൻറ്റിങ് എന്ന് പറയുന്നത് വളരെ വിശുദ്ധമായൊരു ശൈലിയിലൂടെ വന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അത് പള്ളിയിലെ ക്ലാസ് എടുപ്പായി. പലരെയും വിളിച്ച് നമ്മളാണ് ക്ലാസ് എടുക്കുക. അപ്പോൾ ഇതാണ് പേരൻറ്റിങ്, മറ്റേതാണ് പേരൻറ്റിങ്. ഈ ക്ലാസ് എല്ലാം കയറിയിട്ട് പോകുന്നതല്ലാതെ കാര്യമായ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും അച്ഛനെന്താ ക്ലാസ് എടുക്കാത്ത എന്തൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അച്ഛന് മനസ്സിലാക്കാവുന്നതായിരിക്കും. മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥന പഠിപ്പിക്കുന്നത് മാതാപിതാക്കളാണ്. നമ്മുടെ
ഇപ്പോഴത്തെ സൈക്കോളജി കൗൺസിലൊക്കെ പഠിക്കുന്നവർക്കറിയാം, പിന്നെ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദാറ്റ് ഈസ് എ ഫസ്റ്റ് സ്കൂളാണ്. അമ്മയുടെ ഉദരമാണ് ആദ്യത്തെ സ്കൂള്. കന്യാമറിയാമിൻ്റെ ഉദരത്തെക്കുറിച്ച് അപ്പറേം പറയുന്നത് എന്തുവാ? 4-ാം നൂറ്റാണ്ടിൽ ചോദിച്ചത് അപ്പുറം womb of Mary is a throne of God, ഇല്ലേ? അപ്പോൾ യേശു ക്രിസ്തു അമ്മയുടെ ഉദരത്തിൽ രാജാവായിട്ടിരിക്കുകയാണെന്ന് അർത്ഥം, അല്ലേ? അതന്നെ വി ഷുഡ് അപ്ലൈ ഇൻ അവർ ലൈഫ്. നമ്മുടെ മാതാപിതാക്കളുടെ ഉദരത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം രാജാവായിട്ട് അവിടെ പരിലസിക്കണം. രാജാവ് എന്ന് പറഞ്ഞാൽ ശോഭയുള്ള ആള്, ഇല്ലേ? അതിന് ഉദരത്തെ ഒരുക്കേണ്ട ഉത്തരവാദിത്തം ആരുടേതാണ്? അപ്പൻ്റെ അമ്മയുടെയാ. അപ്പൻ്റെ അമ്മയുടെ ഉത്തരവാദിത്തമാണ്, അല്ലേ? അല്ല, പള്ളിയിൽ അച്ഛൻ്റെ ഉത്തരവാദിത്തമാണ്. പള്ളിയിൽ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഉപദേശം കൊടുക്കാൻ, അതിൽ കൂടുതൽ എന്താ ചെയ്യുന്നത്, ഇല്ലേ? അമ്മയും അപ്പനോട് വഴക്ക് വെച്ചാൽ ഈ കുഞ്ഞ് ഇറങ്ങി വരുമ്പോൾ വഴക്കാളിയായിട്ട് വരും, ഇല്ലേ? അവൻ എപ്പോഴും വഴക്കുണ്ടാക്കും, ഇല്ലേ? ശരിയാണ്. അത് നമ്മൾ അത്യാവശ്യം വേണ്ട ചില സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, വി ഹാവ് ടു ടേൺ ബാക്ക് ടു അവർ ഓൾഡ് പേരൻസ്. പ്രസവത്തിന് പോകുമ്പോൾ മാതാവിന്റെ പ്രാർത്ഥന പുസ്തകവും വേദപുസ്തകവും വിടുന്നത് ഇത് തന്നെയല്ലേ? പ്രസവത്തിന് പോകുമ്പോൾ കുഞ്ഞ് ഈ പ്രാർത്ഥന കേട്ട് വളരാൻ. ഒരു പഴയ കാലത്ത് ഒരു പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് കൊടുക്കുന്ന പരിപാലനം വിശുദ്ധ പരിപാലനമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വഴക്കും പറയാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, ആളിനെ ഉപദ്രവിക്കരുത്. ആ ആളിൻ്റെ ഉള്ളിൽ വളർന്ന കുഞ്ഞ് വിശുദ്ധമായി തന്നെ നെഗറ്റീവ് ഫീലിങ്സ് ഒന്നും ഉണ്ടാകരുത് എന്നുള്ളതാണ് പഴയ മാതാപിതാക്കളുടെ ചിന്ത. അതുകൊണ്ടാണ് അവർക്ക് ഈ പ്രസവ കെയർ കൂടുതൽ പേരൻസ് തന്നെ കൊടുക്കുമായിരുന്നു, ഇല്ലേ? ഇത് കണ്ടിട്ടില്ലേ? അത് അമ്മമാരെ ഒരു പ്രത്യേക ഉത്തരവാദിത്തം അമ്മമാരത് ഏറ്റെടുക്കുമായിരുന്നു. പെൺകുട്ടികളുടെ അമ്മമാരതങ്ങ് ഏറ്റെടുക്കും. ഏറ്റെടുത്ത് ഒരു കുഞ്ഞ് ജനിച്ച് 3 മാസം കഴിയുമ്പോൾ മാത്രമാണ് വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നത്. അതൊരു പഴയ ശൈലിയാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഓൾഡ് കളയേണ്ട ശൈലിയാണെന്ന്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ജീവിതക്രമങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരേണ്ട ശൈലിയാണെന്ന് ചില സമയത്തൊക്കെ തോന്നാറുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുടുംബത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, പലപ്പോഴും ഈ ആത്മീയ കാര്യങ്ങളിൽ കുട്ടികൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു തരത്തിലേക്കാണ് ഇന്ന് കാണുന്നത്. ഇപ്പോൾ പള്ളിയിൽ അവരുടേതായ സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ പള്ളിയിലെ ഒരു കോമൺ കാര്യങ്ങളും ആരാധനയ്ക്കൊക്കെ കുട്ടികളുടേതായ ഒരു പങ്കാളിത്തത്തിലുള്ള കുറവ്, പ്രാർത്ഥനായോഗങ്ങളിൽ കുട്ടികൾ വരുന്നേ ഇല്ല എന്ന് പറയുന്ന ഒരു രീതി, ആത്മീയ കാര്യങ്ങളിൽ അവരെ നിർബന്ധിക്കാതെ നമുക്ക് എങ്ങനെ ഒരു നല്ല പങ്കാളികളായിട്ട് അവരെ ആക്കി തീർക്കാൻ പറ്റും? അനുഗ്രഹീതമായ സത്യവെളിച്ചം നമ്മെ നയിക്കുന്ന ഈ ആത്മീക പ്രബോധനത്തിൻ്റെ ഈ യൂട്യൂബ് ചാനൽ MOSC കോട്ടയം യൂട്യൂബ് ചാനൽ എന്ന വിധത്തിൽ നമ്മൾ വളരെ മനോഹരമായി അനേക ആളുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരിലേക്കും എത്തത്തക്ക രീതിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. MOSC കോട്ടയം എന്ന ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതോടൊപ്പം നിങ്ങളുടെ സ്നേഹിതർക്കും ഇടവക തലത്തിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും ഇത് അയച്ചു കൊടുക്കുവാൻ, ഷെയർ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നിങ്ങളുടെ സ്നേഹത്തോട് അറിയിക്കുന്നു. പക്ഷേ ഇതിനകത്ത് 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ മുമ്പേ ഒരു കാര്യം തോമസ് അഗ്രഹാസം പറഞ്ഞതിനോട് ചേർത്ത് പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ വീട്ടുകളിലെ പ്രാർത്ഥന, വീട്ടുകളിലെ ജോലി, അതൊക്കെ ഒരു ട്രെയിനിങ് ഇല്ലാതെ തന്നെ എന്നാൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ചില പരിപാടികളായിരുന്നു. അത് തന്നെ നമുക്കിപ്പോൾ തുറന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കൃത്യമായിട്ടുണ്ടാകും വീട്ടിൽ. സെയിം തിങ് ക്യാൻ ബി അപ്ലൈഡ് ടു ദ ചർച്ച് ഓൾസോ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, അല്ലേ? നമ്മളെപ്പോഴും ഇപ്പോഴത്തെ ഒരു ചിന്തയാണ്, അവർ കുഞ്ഞുങ്ങളല്ലേ, ഇച്ചിരി കഴിയട്ടെ എന്ന് പറയും. അതിൻ്റെ ആവശ്യമില്ല. അവർ കുഞ്ഞുങ്ങളാണ്. പക്ഷേ കർത്താവ് പോലും പറഞ്ഞ ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ അവരെ തടയരുത്, അല്ലേ? അപ്പോൾ അവരെ ഉപയോഗിക്കാനുള്ള ഒരു ട്രെയിനിങ് അത്യാവശ്യം അവിടുത്തെ വൈദികർക്കും പള്ളിച്ചമാലക്കാർക്കൊക്കെ ഉണ്ടാകണം. കുഞ്ഞുങ്ങളെ ഉപയോഗിക്കത്തൊക്കെ വേണം, ഇല്ലേ? അതുണ്ടായിക്കഴിഞ്ഞാൽ അതിന് മാറ്റം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിചാരം. അത് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ, പക്ഷെ ഇപ്പൊ ഈ അച്ഛൻ ചോദിച്ച പോലെ വീടുകളിൽ നിന്ന് തന്നെ ഇപ്പൊ ഇന്നിപ്പോ പഠിത്തത്തിലുമൊക്കെ എൻട്രൻസിന്റെ ഒരു കാലഘട്ടം, ഇങ്ങനെ അല്ലെങ്കിൽ പേരൻസിന്റെ കൂടെ പോയാൽ മതി, അവർ വരുന്ന സമയത്തിലൊക്കെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പള്ളിപ്രസംഗങ്ങളിലൂടെ ബോധവൽക്കരിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല, പൂർണ്ണത കിട്ടുകയല്ല.
നമ്മളൊരു വൈദ്യർ എന്ന നിലയ്ക്ക് ഇപ്പം അച്ഛൻ ഒരു വൈദ്യനായിട്ടാണല്ലോ ഈ ചോദ്യം ചോദിച്ചത്. വൈദ്യർ എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഫാമിലി മെമ്പേഴ്സ്, അത് എസ്പെഷ്യലി ദ പേരൻസ്. ഒരു നല്ലൊരു പേഴ്സണൽ ബന്ധം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ, പേഴ്സണൽ ബന്ധം അതിര് കടക്കരുത്, അതിര് കടക്കാതെയുള്ള പേഴ്സണൽ ബന്ധങ്ങൾ രൂപപ്പെടുത്തിയെടുത്തു കഴിഞ്ഞാൽ അവർ വളരെ ഭംഗിയായിട്ട് പള്ളിയോടും സഭയോടും ദൈവത്തോടും ചേർന്ന് നിൽക്കും എന്നുള്ളതിന് ഇഷ്ടംപോലെ തെളിവുകൾ ഇന്നും ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കരുത്. ഞാനൊരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്നു. ഒരു യുവാവ് വന്ന് എൻ്റെ അടുത്ത് ഇരുന്നു. അവൻ നമ്മുടെ സഭയിലെ അംഗമല്ല. എടുത്തിട്ട് എന്നോട് എൻ്റെ പേരും ഒക്കെ ചോദിച്ചു കഴിഞ്ഞ് വർത്തമാനം പറഞ്ഞ്, എന്നിട്ട് ദൈവത്തെക്കുറിച്ച് അറിയാനൊക്കെ എന്ത് വേണമെന്നൊക്കെ അവനൊരു ഇൻറ്റിമസി ഉണ്ടായി കഴിഞ്ഞു ആ വർത്തമാനത്തിൽ. അവന് പിന്നെ അടുത്ത ചോദ്യം ദൈവത്തെക്കുറിച്ച് എന്ത് വേണം. ഞാനന്ന് സെമിനാരി പഠിപ്പിക്കുന്ന കാലമാണ്. അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടെ പോയി നമ്മുടെ ദിവ്യബോധനം ബുക്സ് അവന് കൊടുക്കാമെന്ന്. ഞാനവന് ദിവ്യബോധനം ബുക്സ് ഓരോന്നോരോന്ന് അയച്ചു കൊടുത്തു. അവനതെല്ലാം വായിച്ചു കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവന് പിന്നെ നിർബന്ധമായി സഭയിലെ അംഗമായി മാറണം. പിന്നെ അവൻ കല്യാണം കഴിച്ചു ഓർത്തഡോക്സ് പള്ളി വെച്ച്. പിള്ളേർ രണ്ടുപേരുടെയും കല്യാണം ഞാൻ തന്നെയാണ് പോയി നടത്തി കൊടുത്തത്. ആ കുട്ടികൾ രണ്ടുപേരും ഓർത്തഡോക്സ് സഭയിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന പിള്ളേർ. അപ്പനും അമ്മ ഇപ്പം ഇച്ചിരി പ്രായമായി എങ്കിൽ പോലും അവരും ഇപ്പം വളരെ ശക്തരായ പോലും ഒരു പേഴ്സണൽ ബന്ധം കൊണ്ട് സാധിച്ചത്. അപ്പം നമുക്ക് ഈ പള്ളിപ്രസംഗം അല്ല പ്രധാനപ്പെട്ട വിഷയം. പള്ളി പ്രസംഗിക്കണം, വിശുദ്ധ വേദപുസ്തക വാക്യങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണല്ലോ, അത് ചെയ്യണം. പക്ഷെ അതിനപ്പുറമായി നമ്മളെ ഏൽപ്പിച്ച ജനത്തോടുള്ള ഒരു സുദൃഢ വിശുദ്ധ ബന്ധം, ഒരു ഇൻറ്റിമസി സ്ഥാപിച്ചെടുക്കണം. അത് സ്ഥാപിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ ഒരാൾ പോലും നമുക്ക് നഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ് ഒരു പാസ്റ്ററൽ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു വൈദികനായിരിക്കുന്ന കാലത്ത് എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാവരും നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. ഇപ്പോൾ നമ്മുടെ 100 വീട്ടുകാരുള്ളൊരു പള്ളിയിൽ നമുക്ക് 100 പേരെ ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. എല്ലാവരെയും ആവശ്യം വരത്തില്ലല്ലോ. 100 പേര് എല്ലാവരും ഒന്നും ഇങ്ങനെ കുഴപ്പക്കാരല്ലല്ലോ. അല്ലാത്ത രീതിയിൽ പള്ളി നമ്മളാരും പറയാതെ കൃത്യമായിട്ട് പള്ളി വരുന്നവർ എത്രയും പേരുണ്ട്. ഒരു ഉപദേശം കൊടുക്കാതെ പള്ളി വരുന്നവരില്ലേ? പള്ളി വരുന്നവരുണ്ട്, വീട്ടിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. എന്നാൽ ഇതില്ലാത്ത ചില ആളുകളുണ്ട്. അവരെ നമ്മളൊന്ന് കണ്ടുപിടിച്ചിട്ട് അവരോട് ബന്ധമാണ് സ്ഥാപിക്കണം. ചേച്ചി, കുഞ്ഞുങ്ങളുടെ ശൈലിയാണ് ഇപ്പോഴേ അവർക്ക് ഈ ഗാഡ്ജറ്റ്സിനോട് വളരെ ഇഷ്ടമാണ്. അത് മൊബൈലായാലും കമ്പ്യൂട്ടർ ആയാലും അതിൽ അവർ ചിലവഴിക്കുന്ന സമയം വളരെ കൂടുതലുമാണ്. പക്ഷെ പള്ളിയിൽ വന്ന് ശാന്തമായിട്ടൊരു അല്പസമയം നിൽക്കാനും പൊതു ആരാധനയിൽ പങ്കുചേരാനും ഒക്കെ വരുമ്പോൾ അവർ അല്പം റെസ്റ്റ്ലെസ് ആയിട്ട് കാണുന്നുണ്ട്. കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ മുൻപിൽ പോയി നിൽക്കുമായിരുന്നു. ഈ പ്രായമുള്ള ആളുകൾ അവരെ ചെവിക്ക് പിടിക്കുക, അവരെ തിരുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു തലമുറ പണ്ടുണ്ടായിരുന്നു. ഇപ്പം കുഞ്ഞുങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന അവരുടെ മാതാപിതാക്കളുടെ കൂടെ ഇരിക്കാൻ, അതുപോലെ തന്നെ ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നിടത്ത് ശ്രദ്ധ പള്ളി ആരാധനകളിൽ വരുന്നില്ല എന്ന് പലപ്പോഴും കാണുന്നു. ഈ കുടുംബത്തിൻ്റെ സഹകരണത്തോടൊപ്പം സഭയ്ക്കും സൺഡേ സ്കൂളിനും അതുപോലത്തെ പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ ഏതെല്ലാം തരത്തിൽ അവരെ സഹായിക്കാം? അത്യാവശ്യം വേണ്ട ബോധവൽക്കരണം കൃത്യമായിട്ട് നമ്മൾ കൊടുത്തോണ്ടിരുന്നെങ്കിലും ഇപ്പോൾ പള്ളിപ്രസംഗം വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പള്ളിപ്രസംഗം വേണം, പ്രബോധനങ്ങൾ വേണം, കൃത്യമായിട്ട് നമ്മൾ കൊടുത്തെങ്കിലും ഒക്കെ ഉള്ളൂ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നിങ്ങൾ രണ്ടുപേരെയും പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ നിങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാളോടൊരു കാര്യം പറയുമ്പം ആ ആളായി മാറാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് പലപ്പോഴും അത് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ചില അധ്യാപകരുടെ ക്ലാസ്സിൽ വന്ന് ഇരിക്കുന്ന കുട്ടികളെ മനസ്സിലാക്കാതെ ക്ലാസ് എടുത്തിട്ട് പോകും. എന്താ പ്രയോജനം? അത് തന്നെയാണ് വൈദികരുടെ കാര്യത്തിൽ. വൈദികർ മുമ്പിലിരിക്കുന്ന ജനം ആരാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് തന്നെ മിനിസ്ട്രി രൂപപ്പെടുത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ 100% നേടാനൊക്കൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു ബിഷപ്പായതിനു ശേഷം മദ്രാസ് ഇരിക്കുമ്പോൾ ഒരച്ഛനെ ഒരു പള്ളിയിലോട്ട് ഞാൻ വിട്ടു. പള്ളിയിലോട്ട് വിട്ടപ്പോൾ അച്ഛൻ പറഞ്ഞ വിഷയം, അതായത് യൂത്ത് ഒരു നല്ല പങ്കും പള്ളിയിൽ വരുന്നില്ല. വളരെ കുറച്ച് യൂത്ത് മാത്രം പള്ളിയിലുണ്ട്. 450 വീട്ടുകാരുള്ളൊരു പള്ളിയാണ്. ഔട്ട്സൈഡ് കേരളയിലെ കഥയാണ് ഈ പറയുന്നത്, മദ്രാസിലെ കഥയാണ് പറയുന്നത്. പള്ളിയുടെ പേര് വരും കോയമ്പേട് പള്ളി.
കോയമ്പാട് സെൻറ്റ് പീറ്റേഴ്സ് സെൻറ്റ് പോൾസ് പള്ളിയിൽ. അപ്പം ഈ അച്ഛൻ അവിടെ ചെന്നപ്പം യൂത്ത് കുറവാണ്, കുറച്ച് പേരുണ്ട്. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നറിയാമോ, വളരെ ഭംഗിയായിട്ട് അവിടെ ഉള്ള യൂത്ത് ഉണ്ടല്ലോ, ആ യൂത്തിനെ വിളിച്ചോണ്ട് അച്ഛൻ പല പ്രാവശ്യം വരാത്ത യൂത്തിന്റെ വീടുകളിൽ വിസിറ്റ് ചെയ്തു. വരാത്ത യൂത്ത് ഉണ്ടല്ലോ, അവരുടെ വീടുകളിൽ വിസിറ്റ് ചെയ്തു. വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത് 2-3 വിസിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പിള്ളേർക്ക് അച്ഛനോടും മറ്റ് വന്ന യൂത്തിനോടും ഒക്കെ ഒരു നല്ല പേഴ്സണൽ ബന്ധം രൂപീകരിക്കാനായിട്ട് പറ്റി. പിന്നെ ഞാൻ അടുത്ത പ്രാവശ്യമായിട്ട് വിസിറ്റ് ചെയ്തപ്പോൾ ഈ വരാത്ത പിള്ളേരാണ് പള്ളിയിലെ ചുമതലക്കാരൊക്കെ ആയി മാറി. സജീവമായിട്ടൊരു ബന്ധം, അവർ സജീവ ബന്ധം ഉണ്ടാക്കി, സജീവ ബന്ധം വളരെ ഭംഗിയായിട്ടുണ്ടാക്കി. അവർ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണും, പിള്ളേരെല്ലാം കൂടെ ഒരുമിച്ച് എന്നെ കാണാനും അരമനയിൽ വരുമായിരുന്നു അന്ന്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഈ കഥകളൊക്കെ ഇന്നത് കൊണ്ടാണ് ഇവരെല്ലാവരും പള്ളിയിൽ വന്നതെന്ന് പറയുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ പാസ്റ്ററൽ കെയർ ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് ഡിജിറ്റൽ യുഗത്തിൽ പോയാലും എല്ലാ തലമുറകളെയും മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പം ഈ 4 കുഞ്ഞുങ്ങൾ വന്ന് നമ്മുടെ മുമ്പിൽ, 5 കുഞ്ഞുങ്ങൾ വന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്നു. ഇവര് മൊബൈൽ ഉപയോഗിക്കാത്തവരാണ്. ഇതിനകത്ത് പിന്നെ അഹാനയും പിന്നെ ഇവനും ഉപയോഗിക്കത്തില്ലായിരിക്കും, സ്റ്റീഫനും ഉപയോഗിക്കത്തില്ലായിരിക്കും. ബാക്കിയവരുടെ മൊബൈൽ കാണുമെന്നാണ് എൻ്റെ വിചാരം. അല്ലെങ്കിൽ കുറഞ്ഞ വർഷം ഉപയോഗിക്കാൻ കളിച്ചായിരിക്കുമല്ലോ, അല്ലേ? ഇപ്പൊ അവർ ഈ 1 മണിക്കൂർ 2 മണിക്കൂർ നേരം ഒരു മൊബൈലും ഉപയോഗിക്കാതെ നമ്മുടെ മുമ്പാകെ വന്നിരിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് സംഭവിച്ചേ? അവസരം ഉണ്ടായി, അവർക്ക് ചിന്തിക്കാൻ അവസരം ഉണ്ടായി, അവർക്ക് ഇൻവോൾവ്മെന്റിനുള്ള സമയം കൊടുത്തു, ഇല്ലേ? ഇത് തന്നെ നമ്മുടെ പള്ളിയിൽ ചെയ്തു. ഓക്കെ, നമ്മൾ ഒരുപാട് ഈ നെഗറ്റീവിസം പറയാതെ, അവരിൽ നെഗറ്റീവ്സം ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ്സെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് അവരിലൊരാളായി നാം മാറി അവരെ പിടിച്ച് കൊണ്ടുവരണം. പക്ഷെ അവിടെ നാം ശ്രദ്ധയോട് കൈകാര്യം ചെയ്തേക്കുള്ളൂ. നമ്മളും ശ്രദ്ധിച്ചോണം, ആ ശ്രദ്ധ കളയാതെ നമ്മളത് ചെയ്യണം. പാസ്റ്ററൽ മിനിസ്ട്രി അപ്പോസ്തോലികമാണ്, അല്ലേ? കർത്താവ് എങ്ങനെയാണ് അപ്പോസ്തലന്മാരെ കൈകാര്യം ചെയ്തത്? ഏത് കാലത്തിലും അതിന് പ്രസക്തമാണ്. അന്നത്തെ കമ്മ്യൂണിക്കേഷൻ, അന്നത്തെ യാത്രകളും കർത്താവിന് ഒറ്റയ്ക്ക് പോകാറുന്നല്ലോ, അങ്ങനെയല്ലല്ലോ ചെയ്തത്. 10 കൂടെ കൊണ്ടുപോയി. ചിലടത്ത് ചെല്ലുമ്പോ എല്ലാവരോടും വന്നപ്പം ശിഷ്യന്മാർ ഓടിച്ചാലും പറയാം അവരെ വിളിക്കാൻ പറഞ്ഞു, ഇല്ലേ? ചില ശിശുക്കളെ കൊണ്ടുവന്നാ പറഞ്ഞ ഇങ്ങ് കൊണ്ടുവരാം, ഇല്ലേ? കഴിക്കേണ്ട സമയം വന്നപ്പോ കഴിക്കാനില്ലാന്ന് അപ്പം നിങ്ങളുടെ കയ്യിൽ എന്താ ഉണ്ടെന്ന് ചോദിച്ചു, വാങ്ങിച്ചു. ആ മിനിസ്റ്റർ നമ്മളത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്ത്. നമ്മളാരും കർത്താവല്ല, പക്ഷേ കർത്താവിന് അടുത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള വരം നമുക്ക് ഉണ്ട്, അതുറപ്പാണ്. ആ വരം വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഫലം ഉണ്ടാകും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. തിരുമേനിയുടെ ചെറുപ്പകാലത്ത് നിന്ന് ഞങ്ങൾ കുട്ടികൾക്ക് എൻലൈറ്റൻഡ് ആകുന്ന ഏതെങ്കിലും ഒരു ചെറിയ ഇൻസിഡൻറ്റ് ഒന്ന് പറഞ്ഞു തരാമോ? നിങ്ങൾക്ക് എൻലൈറ്റൻമെൻറ്റ് കിട്ടുന്ന ഇൻഷുറൻസ് ഞാൻ തന്നെ നിങ്ങൾക്ക് എൻലൈറ്റൻമെൻറ്റായി മാറുന്നുണ്ടോ? തിരുമേനിയായിട്ട് വന്നില്ലേ, അത് തന്നെ ഒരു ചേഞ്ച് അല്ലേ? അപ്പോൾ അത് തന്നെ ഒരു എൻലൈറ്റൻമെൻറ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വൈദികനായി മാറി കഴിയുമ്പോൾ അവർക്ക് എന്തൊക്കെയോ പഴയ കാലത്ത് കർത്താവിലേക്ക് വരാനുള്ള വഴികളുണ്ടായിരുന്നു എന്നുള്ള ഒരു ചിന്തയാണല്ലോ ഉള്ളത്. അല്ലാതെ വെറുതെ നമ്മളാരും ഈ ചില സഭകളൊക്കെ പറയുന്ന പോലെ ഒറ്റ ദിവസം കൊണ്ട് മെത്രാനും ആവുകയല്ല, ആകുകയല്ല. നമുക്ക് അതൊരു ബാല്യകാലം മുതൽ തന്നെ ഒരു പ്രോസസ്സിംഗ് ആണ്. ആ പ്രോസസ്സിങ്ങിലൂടെയാണ് നേരിടുന്നത്. ചിലർ പ്രായമായിട്ടായിരിക്കും ചിലർ വൈദികരാകുന്നത്, എന്നാൽ പോലും ദർ ഇസ് ആൻ ഇൻറ്റ്യൂഷൻ ഇൻ ദം ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ദെയർ ലൈഫ്. ഇപ്പം നമ്മുടെ മാത്യൂസ് പ്രഥമൻ ബാവയൊക്കെ അച്ഛനായത് എനിക്ക് ഒത്തിരി പ്രായമായിട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ കുഞ്ഞുനാൾ മുതൽ തന്നെ അതിനകത്ത് ലയിച്ച് നിന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ പള്ളിയിൽ സൺഡേ സ്കൂളിൽ വളരെ കൃത്യമായിരുന്നു. പഠിക്കാൻ ഇച്ചിരി വലിയ കുഴപ്പമില്ലാതെ പഠിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ റാങ്ക് ഒന്നും ഇല്ലെങ്കിൽ പോലും ക്ലാസ്സിൽ മെച്ചമായ നിലവാരം പുലർത്തിയിരുന്നു. സൺഡേ സ്കൂളിലൊക്കെ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലല്ല, മാർക്കൊക്കെ വളരെ പിശുക്കിയേ തരത്തുള്ളൂ. പക്ഷെ ആ പിശുക്കി തരുന്ന മാർക്കിലും നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു, സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ വളർന്നു വന്ന ഒരു ശൈലിയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളെ സ്വാധീനിക്കുന്നത് ചില ആളുകൾ എപ്പോഴും കാണും. അവർ ഡയറക്റ്റ് ഇങ്ങോട്ടൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ചിലർ നമ്മളെ സ്വാധീനിക്കും.
അന്ന് എൻ്റെ പള്ളിയിലുണ്ടായിരുന്ന വികാരി അച്ഛൻ നല്ല ശബ്ദമായിരുന്നു. ഇടവപ്പട്ടക്കാരനാണ്. ഇടവപ്പട്ടക്കാരെന്ന് പറഞ്ഞാൽ ഒരിക്കൽ ആ പള്ളിയിൽ അച്ഛനായി കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്നിടം വരെ അവിടെ തന്നെ. ആ പഴയ കാലത്ത് അങ്ങനെ ആണല്ലോ. നമ്മുടെ പാമ്പാടി കത്തീരിലൊക്കെ അങ്ങനെ അച്ഛന്മാരുണ്ടായിരുന്നല്ലോ. ഐക്യർപ്പടവിൽ അച്ഛനെന്നും പാമ്പാടി കണ്ടതിൽ അച്ഛൻ എന്നൊക്കെ പറയുന്ന പോലെ അച്ഛന്മാർ ഇടവപ്പട്ടക്കാരായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ആ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒരു അട്രാക്ഷൻ അതിലേക്ക് വരും. അപ്പം നമ്മൾ ഇപ്പം നിങ്ങൾ ഈ റീലൊക്കെ കണ്ടു കാണുമല്ലോ, ഈ കുഞ്ഞുങ്ങൾ ദൂക്കുറ്റിയൊക്കെ എടുക്കുന്ന പോലെ. ഞാനൊക്കെ അന്ന് സ്കൂളിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജോലി, എനിക്ക് 2 ഇളയ സഹോദരങ്ങളുണ്ട്, പെൺകുട്ടികളാണ്. അവരെ 2 പേരെ ഞാനൊരു ബെഡ്ഷീറ്റ് എടുത്ത് കാപ്പയാക്കും. അവർ 2 പേരും പിന്നെ ഒരു ചിരട്ടയ്ക്കകത്ത് വള്ളി കെട്ടി ഒരാൾ തൂക്കും. പിന്നെ വീട്ടിൽ നിന്ന് ചട്ടമൊക്കെ എടുത്തുകൊണ്ട് വന്ന് മറുവാസയാക്കി പിടിച്ച് കുർബാനയൊക്കെ ചെല്ലുമായിരുന്നു. നമ്മളിങ്ങനെ ഒരുക്കുന്ന നേരെ വഴികളാണ്. അപ്പം നാച്ചുറൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ അച്ഛാന്ന് വിളിച്ചു തുടങ്ങി. കൊച്ചുനാളിൽ തന്നെ അച്ഛാന്ന് വിളിച്ചു തുടങ്ങി. പിന്നെ എന്നെ സ്വാധീനിച്ച 3 പേരുണ്ട്. അത് വൈദികരൊന്നുമല്ല. അതിൽ ഒന്നാമത് സ്വാധീനിച്ചത് എൻ്റെ തലത്തൊട്ടപ്പനാണ്, ഗോഡ് ഫാദർ. നമ്മൾ ഈ മാമോദിസയ്ക്ക് തലത്തൊട്ടപ്പന്മാരെ അമ്മമാരൊക്കെ ഉണ്ടല്ലോ അല്ലേ, അവരുടെ ശക്തി അവർ നല്ലതുപോലെ പ്രവർത്തിച്ചാൽ വളരെ വലുതാണെന്നാണ് എൻ്റെ ജീവിത അനുഭവം പറയുന്നത്. അദ്ദേഹം എന്നെ അപ്പനും അമ്മയും പള്ളി കൊണ്ടുവന്നതിനേക്കാൾ മുൻകൈ എടുത്തതെന്ന് അദ്ദേഹമാണ്. പള്ളി ഞാൻ പോകുന്നുണ്ടോ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത്. തീർച്ചയായിട്ടും അപ്പനും അമ്മയും രണ്ടാമത്തെ മൂന്നാമത്തെ സ്വാധീന ശക്തികൾ അവർ തന്നെയാണ്, അപ്പനും അമ്മയാണ്. ഈ പള്ളി അച്ഛനാകാനൊക്കെ ഉള്ള സ്വാധീനമായത് ഈ 3 പേരാണ്. തലതൊട്ടപ്പൻ വളരെ ശക്തമാണ്. എന്നെ സൺഡേ സ്കൂളിൽ കൊണ്ടുപോയതും അദ്ദേഹമാണ്, യുവനപ്രസ്ഥാനത്തിൽ കൊണ്ടുപോയത് അദ്ദേഹമാണ്. രാത്രിയിലാണ് സന്ധ്യാസ്കാരത്തിന്, ശനിയാഴ്ച സന്ധ്യാസ്കാരത്തിന് പോയാൽ പിന്നാണ് യുവനപ്രസ്ഥാനത്തിൻ്റെ മീറ്റിംഗ്. അപ്പോൾ എനിക്ക് തന്നെത്താനെ വീട്ടിൽ പോകാൻ പേടിയാണ്, ചെറുപ്പമല്ലേ. അപ്പോൾ ഈ അപ്പച്ചൻ ഒരു ടോർച്ചൊക്കെ അടിച്ച് എൻ്റെ മുമ്പേ ഞാൻ നടക്കും, വർത്താനം പറഞ്ഞ് ഞാൻ കൊണ്ടുപോകും. ഞാൻ താമസിക്കുന്ന വീട്, അപ്പച്ചൻ വീട്ടിൽ താമസിക്കുന്ന വീട് അപ്പുറം ഇപ്പുറം ഇച്ചിരി മാറിയാണ്. അപ്പം ദൂരെ നിന്ന് ടോർച്ച് അടിച്ച് തരും. എന്ന് പറഞ്ഞാൽ നല്ല നീണ്ട ഒരു ടോർച്ചാണ്, പഴയ കാലത്ത് ഒരു 4-5 ബാറ്ററി എടുത്ത് വലിയ ടോർച്ചുണ്ട്. എവരിഡേ ബാറ്ററി അത് വെച്ച് അടിച്ചാൽ ഭയങ്കര ദൂരെ പോകും പ്രകാശം. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ഇനി കയറിയേന്ന് വിളിച്ച് പറയുന്നിടം വരെ അപ്പച്ചൻ അവിടെ നോക്കി നിന്ന് ടോർച്ച് അടിച്ച് തരുമായിരുന്നു. എന്നെ സെമിനാരിൽ പോകാൻ വേണ്ടി തിരുമേനിയെടുത്ത് കൊണ്ടുപോയത് തലത്തൊട്ടപ്പനാണ്. ഞാൻ മുമ്പ് എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചതും മെത്രാച്ചനായതിനു ശേഷം ഒന്ന് പ്രാർത്ഥിച്ചതല്ല ഈ അപ്പനാണ്, തലതൊട്ടപ്പൻ. വേറെ ആരും എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ് തലതൊട്ടപ്പൻ. അതിനോട് ചേർന്ന് അപ്പനും അമ്മയും കൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്കൊരു രൂപപ്പെടുത്തൽ ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ രൂപപ്പെടുത്തലാണ് സത്യത്തിൽ ഇങ്ങനെ വളർന്ന് വന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. നല്ലതുപോലെ ജോലി ചെയ്യാൻ പറയുമായിരുന്നു. നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും തോന്നില്ല. സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നാൽ ഞങ്ങളൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്യുമായിരുന്നു, വളരെ ഭംഗിയായിട്ട് ജോലി ചെയ്യുമായിരുന്നു. ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ കടയിൽ പോയി ശമ്പളം കിട്ടുന്ന ജോലിയല്ല, വീട്ടിലെ ജോലികൾ. അവിടെ അന്നത്തെ കാലത്ത് വീട്ടിലൊക്കെ പശുവും ആടും ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ ഞങ്ങൾ കുട്ടികളാണ് പോയി തയ്യാറാക്കി കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുന്നത്. അങ്ങനെ ഒരു അത്യാവശ്യം വേണ്ട ഒരു സ്ട്രക്ചേർഡ് ലൈഫ് കൊച്ചുനാട് മുതലേ കിട്ടിപ്പോയത് കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ വരാൻ പറ്റി. പിന്നെ അതേ സമയം തന്നെ പള്ളിയിൽ ചെല്ലുമ്പം അവിടെ കാണുന്ന നമ്മൾ ഈ പള്ളി പൊതുയോഗത്തിലും കമ്മിറ്റിയിലൊന്നും പോകാത്ത ആളുകളായതുകൊണ്ട് നമുക്ക് അവിടെ നടക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും അറിയല്ല. നമുക്ക് ആകെപ്പാട് അറിയാവുന്ന അവിടെ നടക്കുന്ന മനോഹരമായ ആരാധന, പെരുന്നാളുകൾ. അപ്പോൾ നമുക്കെപ്പോഴും പള്ളി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ അതിവിശുദ്ധ സ്ഥലം, ആ ഒരു ഫീലിംഗ് ആണ് വൈദികനായി മാറിയ സമയം വരെയും ഉണ്ടായിരുന്നത്. പിന്നെ പതുക്കെയാണ് ഈ പള്ളി പൊതുയോഗങ്ങളും കമ്മിറ്റികളും ഒക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ഇതിനകത്ത് ചില പുഴുക്കുത്തുകൾ ഉണ്ടെന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായി തുടങ്ങിയത് എന്നുള്ളതാണ് എനിക്ക് മോളോട് ചോദ്യത്തിന് മറുപടിയായിട്ട് പറയാനുള്ളത്. ഒരു സ്വാധീന ശക്തിയായിട്ട് നമുക്ക് ചെയ്യാവുന്നത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാന്നുള്ളതാണ്. വളരെ ഭംഗിയായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവാ. വല്ല കന്യാസ്ത്രീ ആകാൻ വല്ല ആഗ്രഹിക്കുന്നുണ്ടോ? ആ ചോദ്യം വന്നുകൊണ്ട് ഞാൻ ചോദിച്ചതാ. മിടിക്കായിട്ട് കേട്ടോ. വീട് തന്നെ, വീട്ടിലെ ഒരു സ്വാധീനമാണ് തിരുമേനിയുടെ ജീവിതത്തിലെ ഒരു പ്രധാന കാര്യം. അതുപോലെ തന്നെ പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും നല്ലത് സ്വീകരിക്കുക. നമ്മുടെ മുമ്പിൽ ഒരുപാട് നല്ല അല്ലാത്തത് കാണും.
നമ്മൾ ഒഴിഞ്ഞങ്ങ് മാറും. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം തിരുമേനി എത്ര ശ്രദ്ധയോടെയാണ് തിരുമേനിയുടെ തലതൊട്ടപ്പനെ കുറിച്ച് പറഞ്ഞതല്ലേ. നമ്മളെ പല മാമോദീസകളിലും സംബന്ധിച്ചിട്ടില്ലേ, തലതൊടുന്നയാൾ വന്നു ഏറ്റു പറഞ്ഞു, കാര്യങ്ങളൊക്കെ എല്ലാം ഏറ്റെടുത്തങ്ങ് പോയി. പിന്നീട് എത്ര പേര് ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്? ഇപ്പം ഈ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? പള്ളിയിൽ കൊണ്ടുവന്ന കാര്യത്തിൽ, യുവജന പ്രസ്ഥാനത്തിൽ കൊണ്ടുവന്ന കാര്യത്തിൽ, തിരിച്ച് വീട്ടിലെത്തി എന്നുള്ളത് ഉറപ്പാക്കുന്ന കാര്യത്തിൽ, അതുപോലെ ഒരു മെത്രാപ്പൊലീത്ത ആയി കഴിഞ്ഞപ്പോൾ തന്നെ വന്ന് പ്രാർത്ഥിച്ച ഒരാൾ. അപ്പോൾ ഉത്തരവാദിത്വം ഏത് തലം വരെ ഉണ്ടൊരു തലതൊട്ടപ്പന്, തലതൊട്ടമ്മയ്ക്ക് അല്ലേ? അപ്പം എത്ര ശ്രേഷ്ഠമായ മാതൃകകൾ നമ്മുടെ സഭയിൽ തന്നെ ഉണ്ട്, നമ്മളെ പ്രചോദിപ്പിക്കാൻ, നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ, നമ്മളെ ധന്യരാക്കാനൊക്കെയുള്ള മാതൃകകൾ. അപ്പം അതൊന്ന് കണ്ടെത്താൻ നമ്മുടെ തലമുറയ്ക്ക് സാധിക്കണം അല്ലേ? പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ തലമുറയ്ക്ക് അത് സാധിക്കണം. അതാണ് വിശ്വാസത്തിൻ്റെ നമ്മളെല്ലാം മുദ്രാവാക്യം വിളിക്കുമല്ലോ, മാർത്തോമായുടെ ദീപശിഖ. നിങ്ങൾക്ക് ഗ്രാൻഡ് പേരൻസ് ഉണ്ടോ? അവരോട് കൂടുതൽ അടുക്കണം. അതെ, വല്യപ്പച്ചനോടും വല്യമ്മച്ചനും കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ അവർക്ക് പഴയ കഥകളൊക്കെ നല്ലത് പറഞ്ഞു തരാൻ കാണും. ഇഷ്ടം പോലെ നല്ലത് കാണും അവരുടെ. ഇടയ്ക്കിടയ്ക്ക് അവരോടെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ ഒരു വല്യപ്പൻ്റെയും വല്യമ്മയുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഏതെന്നറിയാമോ? കൊച്ചുമക്കൾ അടുത്തിരിക്കുന്നു. അപ്പോൾ അവരോടുള്ള ബന്ധം നിങ്ങൾ ഉറപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് ഗുണപാഠങ്ങൾ അവരിൽ നിന്ന് കിട്ടും. പക്ഷേ ശരിക്കും ഒരു സന്തോഷകരമായ സമയമായിട്ടാണ് തോന്നിയത്. ഒരു ദൈവത്തിൻ്റെ കൃപ കൂടെ ഉണ്ടായിരുന്നു. എത്രയോ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, അതും കോട്ടയം ഭദ്രാസനത്തിൻ്റെ ഇടയൻ്റെ വാക്കുകൾ കേൾക്കാനുള്ള ഒരു സമയം, കുഞ്ഞുങ്ങൾ അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കുന്ന സമയം എനിക്ക് വളരെ പ്രസക്തമായിട്ട് തോന്നി. ഈ മാതാപിതാക്കൾ മക്കളെ ഉത്തരവാദിത്വങ്ങളിലേക്ക് നയിക്കുന്ന ഒരു പഴയ തലമുറ, അത് അവർക്ക് കിട്ടിയത് അവരുടെ മുൻ തലമുറയിൽ നിന്ന്. അപ്പോൾ അത് പുതിയ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് അല്ലേ? നല്ലൊരു മാതൃക ഇല്ലാതെയായി പോകുന്ന. അതെ അതെ അതെ. ജീവിത സാഹചര്യം എന്താണ്? പക്ഷെ തിരുമേനി അവസാനം പറഞ്ഞ ഒരു ഉത്തരം അതിനോട് ചേർത്ത് വെച്ച് വായിച്ചാലേ ഇനിയും അതിന് അവസരങ്ങളില്ലേ? ഉണ്ട്. നമ്മുടെ ജീവിത സാഹചര്യത്തിലും അതിന് അവസരങ്ങളുണ്ട്. ഒന്നും നഷ്ടമായിട്ടില്ല. ആ പഴയ തലമുറയുടെ നന്മയും പുതിയ തലമുറയുടെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ചേർത്ത് വെച്ച് പോലും ഈ മാതാപിതാക്കൾ നല്ല മാതൃകയായാൽ അത് ഈ കുഞ്ഞുങ്ങൾക്ക് വേറെ ഒരു മാതൃക തേടി പോകേണ്ട ആവശ്യമില്ല. അതുപോലെ എല്ലാം ഡിഫൈൻ ചെയ്ത ക്ലാസ്സുകൾ നമുക്കുണ്ട്, നിർവചിക്കപ്പെട്ട വലിയ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറമാണ് ഒരു ജീവിത മാതൃക എന്നുള്ളതാണ് തിരുമേനിയുടെ വാക്ക്. നമ്മളെ ഒരിക്കലും പഠിപ്പിക്കാത്ത പാഠങ്ങൾ അവരവരുടെ ഭവനങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. അത് ഇന്നും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതാണ് മാതാപിതാക്കൾ അവരുടെ തിരക്കേറിയ സാഹചര്യത്തിലെ കുഞ്ഞുങ്ങളെ സാമ്പത്തികമായ ഒരു വളർച്ചയിലേക്ക് ശ്രമിക്കുന്നെങ്കിലും അവർ രൂപീകരിക്കാനായിട്ട് പേരൻസ് മറന്നു പോകുന്നോ എന്നൊരു ചോദ്യം പ്രസക്തമല്ലേ? ശരിക്കും എഞ്ചിനീയറിങ്ങിൻ്റെ കോച്ചിങ്, പിന്നെ മെഡിസിൻ്റെ കോച്ചിങ് ഒക്കെ വരുമ്പോഴത്തേക്കിനും മാറ്റി വെക്കേണ്ടതാണ് ആരാധന എന്നുള്ള ഒരു ചിന്ത നമ്മുടെ പിള്ളേർക്ക് നമ്മളല്ലേ കൊടുക്കുന്നത്, മുതിർന്നവർ. അപ്പം പുതിയ തലമുറയ്ക്ക് ആ ഒരു നല്ല ബോധ്യം പകർന്നു കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്തമില്ല. ആരാധനയ്ക്ക് എപ്പോഴും ഒന്നാം സ്ഥാനമല്ല. പ്രാധാന്യമുണ്ട്. പക്ഷെ അത് ഇന്ന് നഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം നമ്മൾ പറഞ്ഞ പോലെ ഈ പിള്ളേരുടെ ഒരു സാന്നിധ്യം പലയിടത്തുനിന്നും മാറുന്നു. അതുപോലെ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ആണേലും ഇപ്പം നമ്മൾ പൊതുവെ ശ്രദ്ധിച്ചാൽ അറിയാം, കുഞ്ഞുങ്ങൾ ആരും അടങ്ങിയിരിക്കുന്നില്ല. എവിടെങ്കിലും ഒക്കെ നോക്കിയാൽ അപ്പോഴേ ചുമ്മാതിരിക്കത്തില്ല, ശ്രദ്ധയോടെ ഇരിക്കത്തില്ല. അപ്പോഴേ ഫോൺ എടുക്കുക, തോണ്ടുക, പ്രോഗ്രാം കാണുക. അപ്പോൾ എനിക്കിത് ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പം അവർക്ക് ആ അറ്റൻഷൻ നഷ്ടപ്പെട്ടു പോകുന്നില്ലയോ എന്നൊരു ഒരു ഒരു പ്രയാസമുണ്ട്. പക്ഷെ അതിനൊരു മറുപടി പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിച്ചായിരുന്നു. ഈ യേശുനാമ പ്രാർത്ഥന യുവാനുസരിപ്പിന് അത് വളരെ ഇൻസിസ്റ്റ് ചെയ്യുമായിരുന്നു. ദയറായില്ല, പാമ്പാടി ദയറായില്ല ഇതുകൊണ്ട്. ഇപ്പം ഈ ഒരു ജോലിക്കിടയിൽ എൻ്റെ കർത്താവെ എന്ന് വിളിക്കാനുള്ള സമയമില്ലേ? ഒരു ദീർഘനിശ്വാസത്തിൻ്റെ ഇടവേള മതിയല്ലോ കർത്താവെ കരുണ ചെയ്യണത്. അപ്പം അതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബാധ്യതയെക്കുറിച്ച് തിരുമേനി പറഞ്ഞു. അത് ഇന്നത്തെ ഒരു വലിയ പാഠമായിട്ട് തന്നെ നമ്മളൊക്കെ സ്വീകരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. പിന്നെ ആത്മീയ കാര്യങ്ങളിലെ താല്പര്യം കുറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം, അത് പിന്നെ ഇന്ന് പല പള്ളികളിലും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. കാരണം വെച്ചാൽ പിള്ളേരില്ല, അല്ല അവർ വരുന്നില്ല, അവരെ കാണുന്നില്ല, എല്ലാവരും ഇല്ല എന്നുള്ളൊരു ചോദ്യം നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴും അവർ പല മേഖലകളില്ല, അല്ലെങ്കിൽ അവർ പുറത്തേക്ക് പോവുകയാണ്. അപ്പം ആത്മീയതയിലേക്ക് തിരിച്ചു വരത് പറഞ്ഞ ഒരു മടങ്ങിവരവ്, പഴയകാല ജീവിതം പോലെ ഒരു മടങ്ങിവരവ് നമ്മുടെ എല്ലാ തലങ്ങളിലും ഉണ്ടാവും. ആ പറഞ്ഞതിനോട് ചേർത്ത് തിരുമേനി പറഞ്ഞ ഒരു വാക്ക് എനിക്ക് വളരെ പ്രസക്തമായിട്ട് തോന്നി. ഈ ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ട് നമ്മളെ നെഗറ്റിവിസം, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരായി പോവുക പലപ്പോഴും. നെഗറ്റീവ് ഫീലിംഗ് ഇതെന്താവും, ആശങ്ക ആകുന്നത്. പക്ഷെ സാധ്യതകൾ അനവധി ഇനിയും ഉണ്ടല്ലോ.
അപ്പോൾ ആ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു പ്രേരണ അതിൽ നിന്ന് കിട്ടിയതായിട്ടാണ്. എന്നോട് ബാല്യത്തിലെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞു. രൂപീകരണത്തിൻ്റെ എത്ര ഘട്ടങ്ങളിലൂടെ കടന്നാണ് സത്യത്തിൽ ഇത്രയും എത്തുന്നത്. അതും ആ സഭയുടെ ചിട്ടകളിലൂടെ വളർന്നു വന്ന ഒരു കുട്ടിയാണ് ഈ ഒരു സഭ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിട്ടിരുന്ന് നമ്മെ നയിക്കുന്നത്. അപ്പം കുടുംബം രൂപീകരിക്കുന്നിടത്തോളം മറ്റാർക്കാണ് രൂപീകരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ദൈവാശ്രയത്തോടെ നമ്മുടെ തലമുറകളെ രൂപീകരിക്കാൻ പ്രാർത്ഥനാപൂർവ്വം പരിശ്രമിക്കാനല്ലേ നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ളത് എന്നൊരു വലിയ സന്ദേശമാണ് ഇന്നത്തെ നമ്മുടെ ചിന്തകളുടെ ആകത്തുക എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു ഇവിടെ. തീർച്ചയായിട്ടും ഏതായാലും സ്കൂളുകളൊക്കെ തുറക്കുന്നതായ സാഹചര്യങ്ങളിൽ ഈ ചിന്തകളോടുകൂടെ നല്ല ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ഭവനങ്ങൾ സ്കൂളുകളിൽ പഠിപ്പിക്കാത്ത ഒത്തിരിയധികം പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അവയെ തിരിച്ചറിഞ്ഞ് നല്ല കുഞ്ഞുങ്ങളായിട്ട് സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും വേണ്ടുന്ന മക്കളായിട്ട് വളരുവാൻ പ്രിയപ്പെട്ട കുഞ്ഞു സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പുതിയ അധ്യയന വർഷം അനുഗ്രഹത്തിൻ്റെതായിരിക്കാൻ ദൈവത്തിൻ്റെ എല്ലാ കൃപകളും എല്ലാവർക്കും ഹൃദയപൂർവ്വം നേരുകയും ചെയ്യുന്നു.